പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചനത്തേക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി സുവിശേഷം 12-ാം അധ്യായം 43, 44, 45 വാക്യങ്ങൾ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. അവൻ വന്നപ്പോൾ അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ തന്നെ ഭവിക്കും എന്ന വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുക. എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മളുടെ ചിന്തിക്കുന്ന പ്രധാന വിഷയം അശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കരുത്. ഹല്ലേലൂയ. സകല മനുഷ്യനും അശുദ്ധാത്മാവ് നിറയപ്പെട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ പാപം ചെയ്യുന്നത്. ഇനി നിങ്ങളിൽ അശുദ്ധാത്മാവില്ല എന്ന് നിങ്ങൾ എന്തെല്ലാം വാദം പറഞ്ഞാലും വീരവാദം അടിച്ചാലും ഇവിടെ എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ പണി നോക്കി പോവുക. ലോകത്തിലുള്ള സകല മനുഷ്യന്റെ ഉള്ളിൽ അശുദ്ധാത്മാവ് ഉണ്ടെന്ന്. അശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് മനുഷ്യൻ അക്രമം കാണിക്കുന്നത്, അതിക്രമം കാണിക്കുന്നത്, അവസര യോഗ്യമായി സംസാരിക്കുന്നത്, മകരി എന്തെല്ലാം അധാർമികതയാണ് ഇവിടെ നടക്കുന്നത്. കൊലപാതകങ്ങൾ, എന്തെല്ലാം അശുദ്ധമായ ദൈവം വെറുക്കുന്ന പാപങ്ങൾ. അപ്പൊ അശുദ്ധാത്മാവ് മനുഷ്യന്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ആലപ്പുഴ നടന്ന കൊലപാതകം നമ്മൾ കണ്ടില്ലേ? അശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള സകല മനുഷ്യർ ആപാലവൃത്തം ജനങ്ങളിലും ശൈശവം തൊട്ട് വാർദ്ധക്യം വരെ എല്ലാവരുടെ ഉള്ളിൽ അശുദ്ധാത്മാവുണ്ട്. ഈ അശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മെ സ്വഭാവത്തിലേക്ക് നയിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും പിതാവും സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിച്ച ഒരു വ്യക്തി പിന്നീട് അവന്റെ ഹൃദയത്തെ അശുദ്ധാത്മാവിനിരിക്കാൻ ആ ഇരിപ്പിടമായി കൊടുക്കരുത്. യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അശുദ്ധാത്മാവ് പുറപ്പെട്ടു പോകുന്നു. അവൻ പുറപ്പെട്ടു പോയിട്ട് നേരില്ലാത്ത സ്ഥലം കൂടി തടുപ്പന്വേഷിച്ച് കണ്ടെത്താതെ വരുമ്പോൾ പുള്ളി പറയാം, ഞാൻ പോന്ന ഭവനത്തിലേക്ക് തന്നെ മടങ്ങി ചെല്ലും. വരുമ്പോൾ ഇത് അടിച്ചു വാരി അലങ്കരിച്ച് വൃത്തിയായിട്ട് കിടക്കുക. അവൻ പോയി തല്ല് അമ്മ വേറെ 7 കൂടെ കൂട്ടിക്കാണ് തന്നെ. പിന്നെ ആ മനുഷ്യന്റെ സ്ഥിതി എന്തായിരിക്കും? അശുദ്ധാത്മാവ് വിശ്രമം അന്വേഷിച്ച് അലഞ്ഞു തിരിയുന്നു. മനുഷ്യനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവനുള്ളിൽ വിശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവന് സ്ഥാനം നൽകിയാൽ അവൻ പിന്നെ വിട്ടുപോകത്തില്ല. അശുദ്ധാത്മാവ് ഒരു സ്ഥലം അന്വേഷിക്കുക, ഭൂതം ഒരു സ്ഥലം അന്വേഷിക്കുക, നികൃഷ്ടാത്മാവ് ഒരു സ്ഥലം അന്വേഷിക്കുക, വ്യഭിചാരാത്മാവ് സ്ഥലം അന്വേഷിക്കുന്നു. മോഷണത്തിന്റെയും പകയുടെയും വിദ്വേഷത്തിന്റെയും കൊലപാതകത്തിന്റെയും അടിയുടെയും പിടിയുടെയും ഭിന്നതയുടെയും ഭിന്നിപ്പിന്റെയും ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇടം പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അതിന് നമ്മുടെ ഹൃദയം വിട്ടുകൊടുത്താൽ അവൻ നമ്മളിൽ വന്ന് വസിക്കും. പിന്നെ അവനെ ഇറക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ഭക്തന്മാർ പറയട്ടെ, നിന്റെ ഉള്ളിൽ അശുദ്ധാത്മാവ് തിരിച്ചു വന്ന് പ്രവേശിപ്പാൻ നീ ഇടം കൊടുക്കരുത്. പ്രവേശനോ ഗദരദേശത്ത് അല്ലെങ്കിൽ കടൽക്കരയിലുള്ള കല്ലറയിൽ അല്ലെങ്കിൽ പാർക്കുന്ന ആ മനുഷ്യൻ, ഗദരദേശത്ത് അല്ലെങ്കിൽ കടൽക്കരയെന്ന ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അവിടെയുള്ള കല്ലറകളിൽ പാർക്കുന്ന മനുഷ്യൻ, അവൻ മലകളിലും ഒക്കെ ആയിട്ട് പാർക്കുകയാണ്. ആ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അശുദ്ധാത്മാവ്. ഇപ്പൊ യേശു ചോദിച്ചു, നിന്റെ പേരെന്ത്? എന്റെ പേര് ലെഗിയോൻ, ഞങ്ങൾ പലരാകുന്നു. അപ്പൊ ലെഗിയോൻ എന്ന് പറയുന്ന പിശാച് ബാധിച്ച ആ മനുഷ്യൻ, അവൻ വളരെ മൃഗീയമായി തന്റെ ശരീരത്തെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് മുറിവേൽപ്പിച്ച് മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കി അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ പോലും ചങ്ങലയ്ക്ക് അവനെ നിയന്ത്രിക്കാൻ കഴിയാതെ ചങ്ങലയിൽ ഒതുങ്ങാതെ അവൻ ചങ്ങല പോലും ഉരുമ്പി പൊട്ടിക്കുമായിരുന്നു. അശുദ്ധാത്മാവിന്റെ സ്വഭാവമാണ്. ഈ സഭകളിലൊക്കെ അശുദ്ധാത്മാവ് കയറി കഴിയുമ്പോൾ ചെല്ലൊക്കെ കാണത്തില്ലേ? ഈ ഭവനത്തിൽ ഈ ഭാര്യയും ഭർത്താവിടെ കലവുണ്ടാക്കുമ്പോൾ അശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണത്തില്ലേ? അപ്പനും മക്കളും, ദേശത്ത് സമൂഹത്തിലെ രാഷ്ട്രീയക്കാർ തമ്മിൽ, മത നേതാക്കന്മാർ തമ്മിൽ, കഴിഞ്ഞ കണ്ടില്ലേ 2-3 പള്ളികളിൽ
അശുദ്ധാത്മാവ് ബാധിച്ച പുരോഹിതന്മാർ തമ്മിലടിക്കുന്നത് കണ്ടില്ലേ? ഞങ്ങളുടെ ഇടയിലുമുണ്ട്. ഞങ്ങളുടെ ഇടയിലുണ്ട് ഈ അശുദ്ധാത്മാവ് ബാധിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ. അശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രൂപം ഭാവമൊക്കെ മാറും. പണ്ട് ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കും ഒരു രൂപം മാറും, ഭാവം മാറും, സമരത്തിന്റെ ഗതി മാറുമെന്ന്. എന്ന് പറഞ്ഞാൽ ഈ അശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ രൂപവും ഭാവവും മാറി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ മാറും. പ്രൈസലോ. ഞങ്ങൾ താമസിക്കുന്ന അടുത്തൊരു സഹോദരിയുണ്ട് കേട്ടോ, 85 വയസ്സുണ്ട്. രാവിലെ പള്ളിയിൽ പോകും, തിരിച്ചിങ്ങോട്ട് വന്ന് വീട്ടിൽ കാലുകുത്തുമ്പോൾ ഭയങ്കര തെറിയ അയൽവാസികളെല്ലാം. അല്ലേ അശുദ്ധാത്മാവല്ലേ? അപ്പൊ ഈ പള്ളി പോയത് കൊണ്ടും അശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണമെന്നില്ല. ജീവിത വിശുദ്ധി ഇല്ലാത്ത എല്ലാവരുടെ ഉള്ളിൽ അശുദ്ധാത്മാവ് വസിക്കും. പുറമേ ഒരു ഭയങ്കര പ്രൗഢഗംഭീരമായ ഭക്തിയുടെ വേഷം ധരിച്ചൊക്കെ നടക്കും. അല്ലേറിയ സ്വതം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ഉള്ളിലിരിക്കുന്ന അശുദ്ധാത്മാവിനെ നീ പുറത്തു കളയണം. നിന്റെ ഉള്ളിലിരിക്കുന്ന അശുദ്ധാത്മാവിനെ പുറത്തു കളയുന്ന ഒരു മന്ത്രവാദിയുടെയോ ഒരു ആഭിചാരകന്റെയോ അല്ലെങ്കിൽ ഒരു കൂടോത്രം ശുദ്രക്കാരന്റെ അരികെ പോയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നിന്റെ ഉള്ളിൽ അശുദ്ധാത്മാവ് പോകത്തില്ല. അവരവരുടെ ജോലി ചെയ്യുന്നു, അവരവരുടെ പണം വാങ്ങുന്നു, അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് സ്വസ്ഥമാക്കി വിടും. പക്ഷെ അതിന് സമയപരിധിയുണ്ട്. ആ സമയപരിധി വരുമ്പോൾ വീണ്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. ഞാൻ പണ്ടൊരു ദൈവദാസനുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, അല്ലേലിയ, ഈ അശുദ്ധാത്മാവിനെ തുരത്തി ഓടിക്കാൻ പറ്റത്തില്ലെന്ന്. അല്ലേലിയ. കാരണം ആ തുരത്തി ഓടിക്കാൻ പറ്റാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അശുദ്ധാത്മാവ് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ എല്ലാം നമ്മൾ വളരെ ഭദ്രമായി വിശുദ്ധിയോടെ സൂക്ഷിക്കണം. എവിടെയെങ്കിലും ഒരു പാപം നമ്മുടെ ഉള്ളിൽ വന്നാൽ പിന്നെ അശുദ്ധാത്മാവ് അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വന്ന് കയറും. പ്രൈസലോ. അപ്പൊ ഗദരദേശത്തെ ആ ലഘുവൻ ബാധിച്ച മനുഷ്യന്റെ മേലുണ്ടായിരുന്ന ഭൂതത്തെ യേശു ശാസിച്ചപ്പോൾ അവ പന്നികളിൽ കടക്കുവാനായിട്ട് ആഗ്രഹിച്ചു. പന്നികളിലേക്ക് കടക്കുവാൻ ആഗ്രഹിച്ചു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാർക്കണമെന്ന് അവൻ ആഗ്രഹിക്കുക. അശുദ്ധാത്മാവിന്റെ ചിന്ത എന്താ? അപ്പം നീ എന്റെ ഉള്ളിൽ കിടക്കുന്ന അശുദ്ധാത്മാവിനെ പറഞ്ഞു എഴുതി ആ പന്നികളിലേക്ക് അയക്കണമെന്നാ ലഘുവൻ ബാധിച്ച മനുഷ്യൻ പറഞ്ഞു. അപ്പം പന്നികളായാലും മതി ഈ അശുദ്ധാത്മാവിന് വസിപ്പാൻ. പന്നികളിലേക്ക് അശുദ്ധാത്മാവ് ചെന്ന് കയറി അതെല്ലാം കടുത്തൂക്കത്തോടെ ചെന്ന് കടലിൽ ചെന്ന് വീർപ്പുമുട്ടി മരിച്ചുവെന്ന് അല്ലെങ്കിൽ നമുക്ക് മാർക്കോസ് സുവിശേഷവാക്യമാണ്. ഈ അശുദ്ധാത്മാവ് കയറിപ്പോയി അശുദ്ധാത്മാവ് വസിക്കുന്ന പന്നിയാണ് ഇന്ന് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം മുഴുവൻ തിന്നുന്നത്. പന്നിയെ പിശാച് കയറി ഭൂതം കയറിയിരിക്കുന്ന പന്നിയെ തിന്നിട്ട് ഈ പന്നിയിറച്ചി തിന്നിട്ട് ഭൂതം ബാധിച്ച മനുഷ്യനെ പോലെ നടക്കുക. അല്ലേ? എന്തുകൊണ്ടും പറയാം കേട്ടോ. ക്രൈസ്തവൻ, ഞാൻ ക്രൈസ്തവനായിരുന്നു, കത്തോലിക്ക പള്ളിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പന്നിയിറച്ചി ഇഷ്ടം പോലെ കൂട്ടുമായിരുന്നു. വിശ്വാസത്തിൽ വന്ന മനുഷ്യരായി അതിനകത്ത് ഭൂതമുണ്ടെന്ന് മനസ്സിലായി. ഭയങ്കര രുചിയോടെ കിലോ കണക്കിനെ മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ആ കുടുംബത്തിൽ രോഗം, കഷ്ടത, പ്രയാസം, നിന്ദ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ, വെല്ലുവിളികൾ അപ്പൊ മറ്റുള്ള കുടുംബം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഈ പന്നി കയറി ഈ പന്നിയിറച്ചി നിങ്ങളുടെ വീട്ടിൽ കയറ്റരുത്. അല്ലേ? അപ്പൊ ഈ പന്നികളിലേക്ക് അശുദ്ധാത്മാവ് ചെന്ന് കയറി പന്നിയിലെ കടലിൽ ചെന്ന് വീർപ്പുകൊണ്ട് ചെത്ത് കാണും. അശുദ്ധാത്മാവിന് ഒരു സ്ഥലത്ത് വസിക്കണമെന്ന് ആഗ്രഹിക്കുക. അല്ലേ? നമുക്കറിയാം, ആ ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ച് ആക്കി. ഏദൻ തോട്ടം കാപ്പാൻ, കാവൽ ചെയ്യുവാൻ, അതിൽ വേല ചെയ്യുവാൻ, ജീവിക്കുവാൻ, ഭൂമിയിലെ സകലീകരണത്തിന് മേൽ വാഴുവാൻ ദൈവം ആദമിനെ ഉപയോഗിക്കുക അധികാരം കൊടുത്തു. പക്ഷേ ഈ അശുദ്ധാത്മാവ് അവൻ സർപ്പത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചു, പാമ്പിന്റെ ഉള്ളിൽ. അപ്പൊ അവനെവിടെയും പ്രവേശിക്കും. അങ്ങനെ ഹൗവയെ വഞ്ചിക്കണമെന്ന് ആശ്രയിച്ചു. സാത്താൻ മഹാസർപ്പത്തിനുള്ളിൽ സ്ഥാനം പിടിച്ച് അല്ലേലൂയ ഹൗവയുടെ ഇരിക്കെ കടന്നു. എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 തൊട്ട് താഴോട്ട് വായിച്ചാൽ കാണാൻ കഴിയും. ചില അശുദ്ധാത്മാക്കൾ അല്ലെങ്കിൽ കുരങ്ങുകളിൽ വസിക്കും. ചില അശുദ്ധാത്മാക്കൾ കുരങ്ങളിൽ വസിക്കും. ചില അശുദ്ധാത്മാക്കൾ ഈ വാവലുകളിൽ വസിക്കും. ഈ വാവലുകളിൽ വസിച്ചിട്ട് അത് വന്ന് തൂങ്ങിക്കിടക്കും. പ്രൈസലോ. ഞാൻ പുസ്തകത്തിൽ വായിച്ചതാട്ടോ. ഞാൻ അതിനെക്കുറിച്ച് വളരെ ചിന്തിച്ചു. അപ്പം പന്നികളിലേക്ക് അശുദ്ധാത്മാവ് പ്രവേശിക്കുന്നു, പാമ്പിലേക്ക് അശുദ്ധാത്മാവ് പ്രവേശിച്ചു, കുരങ്ങുകളിലേക്ക് അശുദ്ധാത്മാവ് പ്രവേശിച്ചു. കുരങ്ങിലേക്ക് അശുദ്ധാത്മാവ് പ്രവേശിച്ചതുകൊണ്ട് എന്താ സംഭവിച്ചത്? കുരങ്ങിൽ അശുദ്ധാത്മാവ് സംഭവിച്ചുകൊണ്ട് നമ്മുടെ പിതാക്കന്മാര് പറഞ്ഞു, കുരങ്ങന്റെ വാല് മുറിഞ്ഞ് നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് മാറിയതാണ്, മനുഷ്യൻ
ഒരു കുരങ്ങൻ രൂപം വന്ന പരിണാമ സിദ്ധാന്തം. അപ്പം കുരങ്ങിലേക്ക് അശുദ്ധാത്മാവ് കയറിയിട്ട് കുരങ്ങ് മനുഷ്യനായി മാറിയെന്ന് പറഞ്ഞ് ധരിപ്പിച്ച് ഇന്ന് നമ്മുടെ കുട്ടികളോട് അത് ചോദിച്ചു, നമ്മുടെ പിതാക്കന്മാർ കുരങ്ങായിരുന്നു പറയും. നല്ല ഏരിയ ഓക്കെ. പിശാചിന്റെ പണി കണ്ടോ? പിശാച് നമ്മളെ കൂടെ പറയിപ്പിക്കുക, നിന്റെ പിതാവ് ഞാനായിരുന്നു, കുരങ്ങനായിരുന്നു നിന്റെ പൂർവ്വപിതാക്കൾ കുരങ്ങനായിരുന്നു. അശുദ്ധാത്മാവ് നമ്മുടെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക, നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക പരിണാമ സിദ്ധാന്തം. അപ്പം കുരങ്ങിലേക്ക് പ്രവേശിച്ചു. അല്ലേ പ്രിയ, അശുദ്ധാത്മാവിന് എവിടെങ്കിലും വസിക്കണം, അതിനവൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. അല്ലേലുയ. പക്ഷെ നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കരുത്. പ്രൈസലോ. ഈ അശുദ്ധാത്മാവ് വസിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ച ചില കാര്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അല്ലേ? അപ്പൊ ഒഴിഞ്ഞുപോയ പിശാച് മടങ്ങി വരുന്നു. അല്ലേലുയ. അപ്പൊ ദുരാത്മാക്കളെ സംബന്ധിച്ച് കർത്താവിന്റെ ചില വിശദീകരണങ്ങൾ നമുക്ക് പഠിക്കുന്നുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കിയാലും അവ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുക. ഭൂതങ്ങളെ പുറത്താക്കിയാലും അവ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കിയാൽ അവ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഭൂതം പുറത്തുപോയ മനുഷ്യൻ ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷനും നീക്കി തന്നെ വെടിപ്പാക്കി വിശുദ്ധയെ തികയ്ക്കണം. എവിടെങ്കിലും പാപത്തിന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് പിശാച് കയറും. അശുദ്ധാത്മാവ് തിരിച്ചു കയറും. അശുദ്ധാത്മാവ് തിരിച്ചു കയറിയാൽ നമ്മുടെ മുമ്പിലത്തെ സ്വഭാവവും രീതിയൊന്നും ആയിരിക്കത്തില്ല. ചില മനുഷ്യർക്ക് കൂടെ കോപിക്കുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് കാണത്തില്ലേ? അശുദ്ധാത്മാവ് ബാധിച്ചവരാണ് നമ്മുടെ ചുറ്റിലും പാർക്കുന്നവരെല്ലാം. അശുദ്ധാത്മാവ് ബാധിച്ചവരാണ് നമ്മുടെ ഭവനത്തിലുള്ളവരെല്ലാം. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുപാട് പേര് സഭയിലുണ്ട്. അല്ലേ? കഴിഞ്ഞ ഒരു 2 പള്ളിയിലെ അച്ഛന്മാര്, 2 പള്ളിക്ക് 2 ഡിനോമിനേഷൻ, ഞാൻ ആ പേരൊന്നും പറഞ്ഞ് നിങ്ങൾക്കറിയാം, നിങ്ങൾ വാർത്ത കണ്ടതല്ലേ. ഈ പേര് ഞാനായിട്ട് ഇതിനകത്ത് അവരെ പരിഗണിക്കുന്നില്ല. 2 ഡിനോമിനേഷൻ പുരോഹിതന്മാർ തമ്മിൽ അടിക്കുക. ഭയങ്കര, എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ തോന്നി കേട്ടോ. ഇവർക്ക് പരിജ്ഞാന ദൈവം കൊടുത്തതല്ലേ, പക്ഷെ പരിജ്ഞാനമില്ലാതെ എന്റെ ജനം നശിച്ചു പോകുന്നു. ഈ 2 സമൂഹത്തിലെ ഈ പുരോഹിതന്മാരുടെ ഉള്ളിലേക്ക് അശുദ്ധാത്മാവ് പ്രവേശിച്ചു. പിന്നെ അവിടെ നടന്ന കയ്യാങ്കളി നമ്മൾ കണ്ടില്ലേ? അതിന് ചില മാസങ്ങൾക്ക് മുമ്പല്ലേ ഞങ്ങളുടെ കൂട്ടത്തിന്റെ ഇടയിൽ ആരാ നടക്കും? കയ്യാങ്കളി നടത്തും. പാസ്റ്റർമാർ തമ്മിലടിക്കുന്നത്, വിശ്വാസികൾ സഹോദരിമാരുവെ തമ്മിലടിക്കും. അശുദ്ധാത്മാവ് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അക്രമം ഉണ്ടാകുന്നു, അവിടെ രക്തചൊരിച്ചിലുണ്ടാകും. അതുകൊണ്ട് ഈ അശുദ്ധാത്മാവ് പോയിച്ച് മടങ്ങി വരാൻ സാധ്യതയുണ്ടെന്നാണ് വചനം പഠിക്കും കാണുന്നത്. 2ാമത്തെ കാര്യം, പല മതകർമ്മങ്ങളും മനുഷ്യനെ താൽക്കാലികമായി മാത്രമേ ശുദ്ധീകരിക്കുന്നുള്ളൂ. 1, അശുദ്ധാത്മാവ് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. 2, പല മതങ്ങളും മതത്തിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും എല്ലാം മനുഷ്യനെ താൽക്കാലികമായിട്ട് ശുദ്ധീകരിക്കുന്നുള്ളൂ. പൂർണ്ണമായ ശുദ്ധീകരണം മതങ്ങൾക്ക് കൊടുക്കാൻ, മതപുരോഹിതന്മാർക്ക് കൊടുക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. 3ാമത്തെ കാര്യം, പിശാച് പുറത്താക്കപ്പെട്ട സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് ആവാസം ഉണ്ടായില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് പിശാച് അശുദ്ധാത്മാവ് പുറപ്പെട്ടതിന് ശേഷം ആ പുറപ്പെട്ട നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ലെങ്കിൽ പിന്നെയും അശുദ്ധാത്മാവ് തന്നെ ആ സ്ഥാനം പിടിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ വിശ്വാസികളുടെ നിന്റെ ഉള്ളിൽ നിന്ന് അശുദ്ധാത്മാവ് പുറപ്പെട്ടു പോയതിനു ശേഷം പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഹൃദയത്തിനകത്ത് അശുദ്ധാത്മാവിന് ഇടം കൊടുക്കരുത്. പ്രൈസലോ. കാരണം നമ്മൾ ഇടം കൊടുത്താൽ വന്ന് വസിക്കും. ഹല്ലേലൂയ. ഒരു ദുഷ്ട സ്വഭാവം ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് ശ്രേഷ്ഠമായ ഒരു സ്വഭാവത്തെ നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ ഉള്ളിലെ ദുഷ്ട സ്വഭാവത്തെ നീക്കിക്കളഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ സ്വഭാവത്തെ കൊണ്ടുവരണം. യേശുവിനെ കർത്താവെന്നും രക്ഷിതാവെന്നും വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമാലേഖനം 10:9 വാക്യം വായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയം കൊടുത്തു കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ പ്രാപിച്ചു കഴിഞ്ഞ് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ദുഷ്ട സ്വഭാവത്തെ നീക്കി നമ്മൾ ശ്രേഷ്ഠമായ സ്വഭാവം പ്രാപിച്ചാൽ പിന്നെ മരണം വരെ അങ്ങനെ നിൽക്കണമെന്നാണ്. സ്തോത്രം. അല്ലെങ്കിൽ അശുദ്ധാത്മാവ് കയറും. അതവൻ പറഞ്ഞത്, അവൻ അല്ലെങ്കിൽ നീരില്ലാത്ത സ്ഥലത്തൂടെ അന്വേഷിച്ച് നടക്കുക, കണ്ടതില്ല. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറഞ്ഞ് അവൻ വന്നപ്പോൾ അത് ഒഴിഞ്ഞതും അടിച്ചുമാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കുട്ടികളുണ്ടായിരുന്നു. ഒരിക്കൽ ദുരാത്മാക്കളുടെ കൂട്ടം, അശുദ്ധാത്മാക്കളുടെ കൂട്ടം, ഭൂതാത്മാക്കളുടെ കൂട്ടം, ദുർഭൂതാത്മാക്കൾ മനുഷ്യന്റെ ഉള്ളിൽ കുടിയിരിക്കുന്നു. ഹല്ലേലൂയ. 13 വയസ്സുകാരി കൊച്ചും ഹല്ലേലൂയ കൗമാരക്കാരും പിള്ളേരും കൂടെ ആ പിതാവിനെ കൊന്നത്
അല്ലേ? തിരിച്ചറിവുണ്ടായിട്ട് ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റാതിരിക്കത്തില്ലല്ലോ. തിരിച്ചറിവൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്താ? അവരുടെ ഉള്ളിൽ വസിക്കാൻ ദുർഭൂതമാണ്. അവർ പക്ഷെ അത് പ്രതീക്ഷിച്ച് കാണില്ല. അവർ താൽക്കാലികമായിട്ട് അദ്ദേഹത്തെ ഭയപ്പെട്ടിട്ട് പണം പോയിരിക്കാൻ ചിന്തിച്ചതേ ഉള്ളെങ്കിലും അങ്ങനെ ഒരു മരണം സംഭവിക്കുന്ന പക്ഷേ കുട്ടികൾ ചിന്തിച്ച് കാണത്തില്ലെന്ന് ഞാൻ ആ വാർത്ത കണ്ടു. ഞാൻ ചിന്തിച്ച് കാണും. ഞാനത് കുറ്റപ്പെടുത്തുന്നില്ല. ചിലപ്പം അവരുടെ ഉള്ളിൽ വന്ന ദുർഭൂതം അവരെ കൊണ്ട് അക്രമം ചെയ്യിപ്പിച്ചു. ഒരു പക്ഷെ അവരിപ്പം അനുഭവിക്കുന്നുണ്ടായിരിക്കും അവർ ചെയ്ത തെറ്റിനെ കുറിച്ച്. പക്ഷെ ചെയ്തു പോയില്ലേ? എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കളുടെ ഉള്ളിൽ ദുർഭൂതങ്ങൾ വസിപ്പാൻ നിങ്ങൾ ഇടം കൊടുക്കരുത്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ദുർഭൂതം കയറരുത്. ഇന്ന് ഈ മൊബൈലും നോക്കി ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന രാപകലില്ലാതെ പ്രഭാതം തൊട്ട് വൈകുന്നേരം വരെ ഈ മൊബൈലിൽ ഇരുന്ന് കുത്തി തൂണ്ടി ചവിട്ടി തൂണ്ടി അല്ലേ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് നിങ്ങളുടെ ഉള്ളിൽ വലിയ ദുർഭൂതം ഇരിക്കുക. നിങ്ങൾക്ക് മൊബൈലൊക്കെ ഉപയോഗിച്ചതിന് കുഴപ്പമൊന്നുമില്ല. ഞാനത് ഉപയോഗിക്കുന്ന ആളല്ലേ. മൊബൈലിലുള്ള ഞാൻ ഈ മെസ്സേജ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നിങ്ങളുടെ സ്വന്തക്കാരെ, ബന്ധക്കാരെ, ചാർച്ചക്കാരെ, നിങ്ങളുടെ മക്കളെ, കൊച്ചുമക്കളെ, മരുമക്കളെ, അയൽവാസികളെ, സഭാവിശ്വാസികളെ, നിങ്ങളുടെ കൂട്ടുവിശ്വാസികളെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളവരൊക്കെ വിളിക്കണം. അതൊരു 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് ആ സംഭവം മടക്കി ഓഫ് ചെയ്യണം. അല്ലേ? മണിക്കൂറുകൾ കൊണ്ട് നടക്കരുത്. സ്തോത്രം. ചിലരൊക്കെ അങ്ങോട്ട് മൊബൈൽ അങ്ങോട്ട് വിളിച്ചു തുടങ്ങിയാൽ 2-3 മണിക്കൂറാണ് മൊബൈൽ സംസാരിക്കുന്നത്. റോഡെ മുഴുവൻ മൊബൈൽ സംസാരിക്കുന്നവരെ കാണാറുണ്ട്. വാഹനം ഓടിച്ചു വരുന്ന ഈ ഒന്നാമത് നമ്മുടെ ബസ്സിനൊരു ടൈമില്ല. ബസ്സിനൊക്കെ ടൈം കൊടുക്കുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ അവരവരുടെ ആ ഓരോ സ്റ്റേജും ഓരോ സ്ഥലവും അവർ പാസ് ചെയ്തില്ലെങ്കിൽ അടുത്ത ബസ്സുകാരിട്ട് ഭയങ്കര കലമുണ്ടാകും. അവരതിന് മരണപ്പാച്ചിലൂടിയാണ് വരുന്നത്. മരണപ്പാച്ചിലൂടി വരുമ്പം ഈ വഴിയിൽ എന്ത് ചെയ്യുക? ഈ വഴിയിൽ ഈ മൊബൈലും പിടിച്ചുകൊണ്ട് ഈ സഹോദരിമാരിങ്ങനെ നിരം നടക്കുക. നമ്മുടെ ഡ്രൈവർമാരൊക്കെ എത്ര ഭാരം അനുഭവിക്കുന്നുണ്ട്. 2 വീലറുകാരും ഈ ഓട്ടോറിക്ഷക്കാരും എന്തുമാത്രം ഭാരം അനുഭവിക്കുന്നത്. മാത്രമല്ല ഈ ബൈക്ക് ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് സർക്കാർ നിയമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നിട്ടും ജനം അത് മാറ്റുന്നില്ല. നമ്മുടെ അശ്രദ്ധയെ തിരിച്ചിട്ട് നമ്മുടെ ശ്രദ്ധയെ മാറ്റി അശ്രദ്ധ കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിലെ ശ്രേഷ്ഠ സ്വഭാവത്തെ മാറ്റി ദുഷ്ട സ്വഭാവം കൊണ്ടുവന്ന് പിശാച് ദുർഭൂതം നമ്മളിൽ വസിച്ചിട്ട് വലിയ അപകടം ഉണ്ടാക്കി വെക്കും. കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടില്ലേ? ഞാൻ ഈ കഴിഞ്ഞിടെ കുന്നംകുളത്തെ കൊന്നിട്ട് അപകടം കണ്ടപ്പം ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഞാനീ ബസ് ഡ്രൈവർമാരും കുറ്റം പറയത്തില്ല. പക്ഷെ അവർ കുറ്റം കാണും. ഉറങ്ങിപ്പോകാം. ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ അമിതമായ സ്പീഡ് വരുന്നവരുണ്ട്. പിന്നെ ടൈം ശരിയാക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. പക്ഷെ നമ്മൾ റോഡിൽ യാത്ര ചെയ്യുന്നവരെ എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. പ്രൈസലോ വാഹനമൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ മൊബൈൽ, ഞാനെന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല കേട്ടോ, മൊബൈൽ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരൻ മൊബൈൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ബൈക്ക് ഓടിക്കുക. അല്ലേ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കണമല്ലോ എപ്പോഴും. ആ ബുള്ളറ്റും അദ്ദേഹത്തിനെ മടിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഓടിക്കുക. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി അദ്ദേഹത്തിനെ വണ്ടി നിർത്തിയിട്ട് ആ മൊബൈലെ വിളിച്ചാലുള്ള കുഴപ്പം എന്താ? അപ്പോൾ അടുത്തുനിന്ന് മുമ്പിൽ നിന്ന് വരുന്ന വണ്ടിക്കാരും പുറകിൽ നിന്ന് വണ്ടിക്കാർക്കും സ്വസ്ഥതയാകത്തില്ലേ? ഒരു നായി വല്ലതും മുമ്പിൽ ചാടിയ നമ്മുടെ അവസരം, നമ്മുടെ ജീവൻ പോകും, നമ്മൾ അറിയൂ. സ്തോത്രം. ഇത് മനസ്സാണ്. അപ്പൊ ഈ ദുർഭൂതങ്ങൾക്ക് നമ്മൾ ഇട കൊടുക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശ്രേഷ്ഠമായ സ്വഭാവത്തെ നമ്മൾ സ്ഥാപിക്കണം. ഇവിടെ വീണ്ടും നമുക്ക് കാണാൻ 4-ാമത്തെ കാര്യം, അലസത ഹൃദയശൂന്യതയ്ക്ക് സമമാണ്. നമ്മുടെ ഈ അലസതയുണ്ടല്ലോ ഹൃദയശൂന്യതയ്ക്ക് സമമാണ്. ചിലപ്പോൾ നമ്മൾ ഭവനത്തിനകത്തൊക്കെ ഏകാന്തമായി അലസതയോട് കൂടിയിരിക്കും. ഞാൻ എന്നെ തന്നെ ഉദാഹരണം പറയട്ടെ. എൻ്റെ വൈഫ് മരിച്ചുവരുപ്പെട്ടവർക്കൊക്കെ അറിയാം. എൻ്റെ കുട്ടി പഠിക്കുന്നു, ഇവിടെ ഇല്ല. മിക്കവാറും ഞാൻ ഈ 4 ചുവരുകൾക്കകത്ത് ഇങ്ങനെ ഇരിക്കും. ഹൃദയത്തിൽ ഒരുപാട് അലസത വരും. വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയശൂന്യമായി മാറും. ഹൃദയശൂന്യമായി മാറുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം വരും. അതിന് നമ്മൾ ഇടം കൊടുക്കരുത്. നമുക്ക് ആ സമയത്ത് പറ്റും നമ്മൾ ദൈവസേനയിൽ പ്രാർത്ഥിച്ചു വേണം. ബൈബിൾ എടുക്കുക, ബൈബിൾ വചനങ്ങൾ വായിക്കുക, ആ പാട്ട് നല്ല അറിയാതെ പാടുക. കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന, കർത്താവിൻ്റെ പ്രീതിപ്പെടുന്ന എന്തെങ്കിലും അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അലസത എന്ന് പറയാം, അലസത ഹൃദയശൂന്യതയ്ക്ക് സമമാണ്. അത് പിശാചിന്റെ ആവാസ കേന്ദ്രമായി മാറും. നമ്മുടെ ഉള്ളില് അലസത വരുമ്പോൾ നമ്മുടെ ഹൃദയശൂന്യമായി അത് പിശാചിന്റെ ആവാസ കേന്ദ്രമായി മാറും. അല്ലേ? മനുഷ്യ ഹൃദയം പിശാചിന്റെ ആവാസ കേന്ദ്രമായി മാറരുത്. മനുഷ്യന്റെ ഹൃദയം പിശാചിന്റെ ആവാസ കേന്ദ്രമായി മാറിയതുകൊണ്ടാണല്ലോ ചില കുടുംബങ്ങൾക്ക് ഈ സഹോദരിമാരൊക്കെ രാവിലെ കൊണ്ട് പണി നിർത്തുന്ന അയൽപക്കത്തുള്ള സഹോദരിമാരെ എല്ലാം വിളിച്ചു കൂട്ടിയിരുന്ന്
അമ്മായിമ്മയുടെ കുറ്റം പറയുന്നു, മരുമകളുടെ കുറ്റം പറയുന്നു, കൊച്ചുമക്കളുടെ കുറ്റം പറയുന്നു, ഭർത്താവിന്റെ കുറ്റം പറയുന്നു, ഭാര്യയുടെ കുറ്റം പറയുന്നു, സഭയുടെ കുറ്റം പറയുന്നു, പാസ്റ്റർ കുറ്റം പറയുന്നു, വിശ്വാസികളുടെ കുറ്റം പറയുന്നു, അധികാരികൾ കുറ്റം പറയുന്നു, ഭരണ സംവിധാനം കുറ്റം പറയുന്നു. ഈ പിശാചിന്റെ ആവാസ കേന്ദ്രമായതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലേ? ഈ പിശാചിന്റെ ആവാസ കേന്ദ്രമായതുകൊണ്ടാണല്ലോ മനുഷ്യൻ ബീവറേജിന് മുമ്പിൽ പോയി നിൽക്കുന്നത്. പിശാചിന്റെ ആവാസ കേന്ദ്രമായതുകൊണ്ടാണ് മനുഷ്യൻ ബീവറേജിന് പോയി നിൽക്കുക, കള്ള് ഷാപ്പിന് പോയി, ബാറിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നത്. പിശാചിന്റെ ആവാസ കേന്ദ്രമായി മാറിയ പിശാചിന്റെ ആവാസ കേന്ദ്രമായി മാറിയ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? പിശാച് പറയുന്നത്, ഈ ബ്രാൻഡിക്കുപ്പി വാങ്ങിയിട്ട് നിന്റെ ഉടുക്കുന്ന മുണ്ടിന്റെ അരയുടെ പുറകുവാശത്ത് തിരിക്കും, ആരും കാണത്തില്ല. കാരണം മുമ്പല്ലേ അല്ല, ചിലർ ഈ മുമ്പിൽ ഒക്കെ വെച്ചിട്ട് ഭയങ്കര പുറത്ത് വരുന്നതാണ്. പിശാചിന്റെ ആവാസ കേന്ദ്രമായി നിന്റെ ശരീരത്തിന്റെ ഹൃദയത്തെ വിട്ടുകൊടുത്താൽ പിശാചിനെ കോതമ്പ് പാറ്റുന്ന പോലെ പാറ്റി സൗകര്യം നിന്റെ മക്കളെ. പിശാചിന്റെ ആവാസ കേന്ദ്രമായതുകൊണ്ടാണല്ലോ കേരളത്തിലേക്ക് ഒരുപാട് MDMA സിന്തരിച്ച് അതുപോലുള്ള മാരകമായ വിഷങ്ങൾ ഒഴുക്കി പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അനവധി യുവാക്കന്മാരെ, തലമുറകളെ അനവധി കുടുംബങ്ങളെ തകർക്കുന്നത്. കേരളത്തെ തന്നെ ഒരു മദ്യത്തിന്റെ മയക്കുവൻ ലഹരിയുടെ മാഫിയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന പിശാചിന്റെ ആവാസ കേന്ദ്രമായിരിക്കുന്ന കുറെ ഉമ്മാരുണ്ട് കേട്ടോ. സർക്കാർ കുറെ പിടിക്കുന്നുണ്ട്. അല്ലേ? നല്ല കാര്യമാണ്. സാഗരീണത്തെ തൂക്കിയെടുക്കണം. സാഗരീണത്തെ എവിടെങ്കിലും പറയും കിട്ടിയാൽ ആരെങ്കിലും നിങ്ങളുടെ പരിസരത്ത് അല്ലേ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാൽ, ഈ തമ്പാക്ക് ഉപയോഗിക്കുന്നത് കണ്ടാൽ, ഈ പാൻ മസാല ഉപയോഗിക്കുക, അതുപോലും നിങ്ങൾ അധികാരിയെ വിളിച്ചറിയിക്കണമെന്ന് ഞാൻ പറയുന്നത്. തുഫാൻ എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ നല്ലതാണ്. പ്രൈസറോ. കാരണം പിശാചിന്റെ ആവാസ കേന്ദ്രമായി ചില വീട്ടിലേക്ക് സഹോദരന്മാര് കള്ളും കുപ്പിയും കൊണ്ട് വരുന്നത്. കള്ളും കുപ്പിയും കൊണ്ട് എന്റെ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടി ഇന്ന് കുടിക്കുക. ഭാര്യയും മക്കളും എല്ലാം കൂടി ഇന്ന് കുടിക്കുക. അപ്പൊ പിശാചിന്റെ ആവാസ കേന്ദ്രമായി മാറുന്നു നമ്മുടെ കുടുംബം, നമ്മുടെ ഭവനം, നമ്മുടെ ജീവിതമെല്ലാം. അല്ലേ? നമ്മൾ അശുദ്ധാത്മാവിന് ഇടം കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അല്ലേ? പിശാചിന്റെ ആവാസ കേന്ദ്രമായതുകൊണ്ടാണല്ലോ നമ്മൾ അതിര് തൂണ്ടുന്നത്, അയൽവാസിയുടെ അതിര് തൂണ്ടുക, മോഷ്ടിക്കുന്നത്. അല്ലേ? അടുത്ത പറമ്പിൽ കിടക്കുന്ന തേങ്ങ മോട്ടിച്ചുകൊണ്ട് വരിക, അടുത്ത പറമ്പിലെ കപ്പ പറിച്ചുകൊണ്ട് വരിക, അടുത്ത പറമ്പിലെ വാഴക്കുല വെട്ടിക്കൊണ്ട് വരിക, മോഷണം കട കുത്തി പൊളിക്കുക, കൊള്ളയടിക്കുക. പിശാചിന്റെ ആവാസ കേന്ദ്രമായതുകൊണ്ടാണ്. അല്ലെ? കൈക്കൂലി വാങ്ങുന്നത് പിശാചിന്റെ ആവാസ കേന്ദ്രമായതുകൊണ്ട് ആ വ്യക്തി പിശാചിന്റെ ആവാസ കേന്ദ്രമായിട്ട് കൈക്കൂലി വാങ്ങുന്നത്, കോഴ വാങ്ങുന്നത്, അഴിമതി നടത്തുന്നത് പിശാചിന്റെ ആവാസ കേന്ദ്രമായതുകൊണ്ടാണ് നമ്മൾ വ്യഭിചാരം ചെയ്യുന്നത്. നമ്മൾ പിശാചിന്റെ ആവാസ കേന്ദ്രമായി കഴിയുമ്പോൾ പിശാച് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കുവാൻ. ലേലിയ സ്വതം നിങ്ങൾ ശക്തിയോടെ മനസ്സിലാക്കണം കേട്ടോ. പ്രേക്ഷക, ഞാനിത് പറയാൻ കാരണം എന്റെ ജീവിതം മുഴുവൻ പാപത്താൻ ഇറങ്ങിപ്പെട്ടതായിരുന്നു. ഞാനെപ്പോഴും എന്റെ നാട്ടിലെ വിളിച്ചു വെച്ചാൽ അവർ പറയും. പക്ഷെ ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിന് വേണ്ടി എന്റെ ഹൃദയം കൊടുത്ത ശ്രേഷ്ഠമായ ഒരു സ്വഭാവം എന്റെ ഉള്ളിൽ ഞാൻ പുതുക്കിയപ്പോൾ, അശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ടായെന്ന് നീക്കി ഞാൻ പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്തപ്പോൾ, ഇപ്പൊ എന്റെ ഹൃദയം പിശാചിന്റെ ആവാസ കേന്ദ്രമായി ഞാൻ കൊടുക്കത്തില്ല. അവന് കൊടുത്താലുണ്ടല്ലോ അവൻ നമ്മളെ ഇല്ലായ്മ ചെയ്തേ പോകുള്ളൂ. പ്രൈസലോ. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ അവൻ തന്നെ അവന്റെ ശരീരത്തെ കല്ലുകൊണ്ട് ഇടിച്ചും ചതച്ചും മുറിവേൽപ്പിച്ചും നടന്നതുപോലെ നമ്മൾ അങ്ങനെ ആയി മാറും. അല്ലേലിയ. അപ്പൊ നമ്മുടെ അല്ലേലിയ സ്വതം. അപ്പൊ പിശാചിന്റെ ആവാസ കേന്ദ്രം അല്ലെങ്കിൽ കളകൾ മുളയ്ക്കും. പിശാചിന്റെ ആവാസ കേന്ദ്രമായി മാറും. നമ്മുടെ ഉള്ളിൽ കളകൾ മുളയ്ക്കും. അല്ലേലിയ. നെല്ലിനോടൊപ്പം കളയും കൂടെ മുളച്ചു വരും. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ചുമതല ഏറ്റെടുക്കുക, അതാണ് ഏറ്റവും നല്ല പരിഹാരം. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ നല്ല കാര്യം ചെയ്യുവാനുള്ള, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ദൈവനാമത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കണം. എനിക്ക് കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവക്കന്മാരെ, കൗമാരക്കാരോടൊക്കെ പറയട്ടെ, നീ ഒരിക്കലും നശിച്ചുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നു, ഏത് മതത്തിൽപ്പെട്ടവനായിരുന്നാലും, ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നാലും, നിങ്ങൾ എന്തു ഭാഷക്കാരനായിരുന്നാലും കർത്താവ് നിങ്ങൾ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലെ അശുദ്ധാത്മാവിനെ തുരത്തുവാൻ യേശു ആഗ്രഹിക്കുന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായിരുന്ന 1 യോഹന്നാന്റെ ലേഖനം 3:8 പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അതിനുവേണ്ടി യേശു വന്നത്. അല്ലേടി. 5-ാമത്തെ കാര്യം എന്താണ്? അല്ലേടിയ, യഹൂദ ജാതി എപ്പോഴും മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അല്ലേടിയ. യഹൂദ ജാതി പലപ്പോഴും മാനസാന്തരപ്പെട്ടിട്ടുണ്ട്.
എന്നാൽ നല്ല പ്രതിഷ്ഠ ഉണ്ടാകാത്തതിനാൽ അവർ പിന്നെയും കൂടുതൽ ചിന്തയായിപ്പോയി. യഹൂദന്മാര്, യഹൂദ ജാതി എപ്പോഴും മാനസാന്തരപ്പെടും, പലപ്പോഴും മാനസാന്തരപ്പെടും. അല്ലേലൂയ. എന്നാൽ നല്ല ഹൃദയം അവർക്ക് വരാത്തത് കൊണ്ട്, നല്ലതിനെ അവർ പ്രാപിക്കാത്തത് കൊണ്ട് പിന്നെയും പിന്നെയും തെറ്റിപ്പോവുക. ഇന്നത്തെ വിശ്വാസ സമൂഹമൊക്കെ അങ്ങനെ, മനുഷ്യരൊക്കെ എങ്ങനെയാ? നമ്മളിങ്ങനെ എന്നും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. എന്നും രക്ഷിക്കപ്പെട്ടു, എന്നും തെറ്റുകൾ ഏറ്റു പറയും. കർത്താവ് സംസാരത്തിൽ, നോട്ടത്തിലെ, ചിന്തയിലെ, പ്രവൃത്തിയിലെ, കൊടുക്കലും വാങ്ങലും, നിരൂപണത്തിലെ, ജീവിതത്തിലെ, ശരീരത്തിലെ, ജഡത്തിൽ, മനസ്സിലെ, ചിന്തയിലെ, കൊടുക്കലില്, വാങ്ങല്, ക്രയവിക്രയങ്ങളിലെ, കുടുംബത്തിനൊക്കെ തപ്പനോട്, അമ്മയോട്, മക്കളോട്, മരുമക്കൾ, കൊച്ചുമക്കളോട്, ഇങ്ങനെ ഒരുപാട് പട്ടികയുണ്ട് കേട്ടോ. ഉണ്ണപ്പട്ടി ചെല്ലുന്നിങ്ങനെ ഒരുപാട് ചെല്ലാൻ പറ്റും. അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ഏറ്റു പറയുന്നേ. ഏറ്റു പറഞ്ഞേച്ച് വീണ്ടും നമ്മൾ പഴയ ഗതിയാകും. ലംഘനം മറച്ചു വെക്കുന്നവർ ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവരുടെ കർമ്മം ലഭിക്കുന്ന സത്യം 28:13. ലംഘനം മറച്ചു വെച്ച് ശുഭം വരിക, ഏറ്റു പറഞ്ഞാൽ പോലെ ഉപേക്ഷിക്കണം. നമ്മളിങ്ങനെ വലിയ ഗുണനപ്പെട്ട് ചെല്ലുന്ന പോലെ വലിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കും. പക്ഷെ നായുടെ വാല് 12 വർഷം കുഴലിട്ട് ചൂരിയാലും ആ നായുടെ വാല് വളഞ്ഞു തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഗുണനപ്പെട്ട് ചെല്ലുന്ന പോലെ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ ഇപ്പം പറഞ്ഞു കേൾപ്പിച്ചില്ലേ, ഇതുപോലെ ഏറ്റു പറഞ്ഞിട്ട് നമ്മൾ ആ പ്രാർത്ഥന സ്ഥലത്ത് നിന്ന്, പള്ളിയിൽ നിന്നായാലും ഭവനത്തിൽ എഴുന്നേറ്റ് വീണ്ടും നമ്മൾ പഴയ ഗതി തന്നെയാണ്. ഒരു മാറ്റമില്ല. സ്തോത്രം. കണ്ണാലെ കാണുന്ന കാര്യങ്ങളാണ്. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മൾ മാനസാന്തരപ്പെടണം. അശുദ്ധാത്മാവ് നിന്നിൽ നിന്ന് പുറപ്പെട്ടു പോയാൽ പിന്നെ അവൻ തണുപ്പന്വേഷിച്ച് നടക്കും. അവൻ കീറിയിരിക്കാൻ ഇടം കിട്ടിയില്ലെങ്കിൽ അവൻ തിരിച്ച് നിന്റെ വീട്ടിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് വരും, നിന്നിലേക്ക് വരും അവൻ. അത് നീ ഇട്ടാൻ കൊടുക്കരുത്. ശ്രേഷ്ഠമായ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത് നീ കർത്താവിന് വേണ്ടി ചെയ്യണം. ഹല്ലേലൂയ. അപ്പം വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. AD 70 യഹൂദന്മാരുടെ നാശം അതിന്റെ തെളിവാണ് എന്ന് പറഞ്ഞാൽ, യഹൂദന്മാര് പലപ്പോഴും മാനസാന്തരപ്പെടും, പക്ഷെ നല്ല സ്വഭാവം വന്നില്ല. അവിടെ AD 70 എന്ത് ചെയ്തു? യെരൂശലേം ദേവാലയം നാശം തെളിവാ. റോമർ അവരെ കൂട്ടക്കൊല ചെയ്തു. ശേഷിച്ചവർ ലോകം പാടി ചേറിപ്പോയി. റോമർക്കാർ എന്ത് ചെയ്തു? യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്ത് ശേഷിച്ച് ലോകം പാടി ചേറിപ്പോയി. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന് പ്രാപിച്ചത്. അശുദ്ധ ഹൃദയമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. നമ്മുടെ ഹൃദയം പരിഭാവനമായിരിക്കണം. നമ്മുടെ ഹൃദയം പരിശുദ്ധമായിരിക്കണം. ഞങ്ങളുടെ സഭകളിൽ ഞങ്ങൾ ഈ വേർപെട്ട കൂട്ടങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. എല്ലാ വിഭാഗത്തിലുണ്ട്. ക്രൈസ്തവരായാലും ഹിന്ദുക്കളായാലും ഇസ്ലാമിയരായിരുന്നാലും എല്ലാം ഈ മതത്തിൽ ഒരുപാട് വ്യത്യസ്ത സംഘടനകളുണ്ട്. അന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടയിലും ഉണ്ട് ഒരുപാട്. ഞങ്ങളുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നം കണ്ടാൽ നിങ്ങൾക്ക് എന്തോ തോന്നാറുണ്ട്? ഞങ്ങളെ കണ്ടാൽ നിങ്ങൾ വിശുദ്ധന്മാരെന്ന് പറയുന്നത്. ഞങ്ങളെ കണ്ടാൽ പുള്ളി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസനായ ഭാഷമാണ്, നിങ്ങൾ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞങ്ങളുടെ സ്വഭാവം നിങ്ങൾ അറിയാവും. ഞങ്ങളുടെ സ്വഭാവം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഞങ്ങളുടെ സ്വഭാവത്തെ നിങ്ങൾ വിവേചിക്കണം. ഞങ്ങളുടെ ആത്മീയ നേതൃത്വ നിലയിലുള്ളവരുടെ സ്വഭാവങ്ങൾ. ഹല്ലേലൂയ. അശുദ്ധാത്മാവിന് ഇടം കൊടുത്താൽ അവിടെ സംഘർഷമാണെന്നും, അശുദ്ധാത്മാവിന് ഇടം കൊടുത്താൽ അവിടെ സംഘർഷം ഉണ്ടാകും. പ്രൈസലോ. ഒരു കാരണവശാലും നിന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ കുടുംബത്തിലോ നിന്റെ മക്കളിലോ നിന്റെ ഭാര്യയിലോ നിന്റെ ഭർത്താവിലോ അമ്മയിലോ അപ്പനിലോ ഒന്നും അശുദ്ധാത്മാവ് വരരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെ, ഈ ആൺമക്കൾക്ക് കല്യാണം നടക്കത്തില്ല. 10, 50 പോയി പെണ്ണ് കണ്ടാലും കല്യാണം നടക്കത്തില്ല. അവസാനം ദൈവസഭയോട് പ്രാർത്ഥിച്ച് ഒരു പെണ്ണെ കിട്ടും, ആ കല്യാണം നടക്കും. അപ്പൊ അതുവരെ ഈ അമ്മ പറയും, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, എന്റെ മോന് നല്ലൊരു പെണ്ണ് കിട്ടണം, നല്ലൊരു കല്യാണം നടക്കണം, നല്ല കുടുംബത്തിൽ പെണ്ണ് വരണം. അങ്ങനെയൊക്കെ സഭയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കും. സഭ പ്രാർത്ഥിച്ച് കല്യാണം നടക്കും. കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിൽ നിന്ന് പെൺകുട്ടി ഭർത്ത വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അമ്മായിമ്മയുടെ സ്വഭാവം മാറി. അതുവരെ മോന് പെണ്ണ് കിട്ടത്തില്ലായിരുന്നു. 50-60 പെണ്ണ് കിട്ടവരുണ്ട്, 100 പെണ്ണ് കിട്ടവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഒരെണ്ണം കിട്ടിയ ആ വീട്ടിലേക്ക് ഒരു മരുമോള് വരുമ്പോൾ അമ്മായിമ്മ മരുമോളെ ചേർത്ത് പിടിക്കണ്ടേ? അമ്മായിമ്മയും മരുമോളും എന്നുള്ള ചിന്ത മാറ്റി വെച്ച് അമ്മയും മോളും ആയി മാറണ്ടേ? അമ്മയും മോളും ആയി മാറണം. അതിനകത്തെ അമ്മായിമ്മയുടെ ഉള്ളിലേക്ക് അന്നേരം പിശാചി കയറും. പിശാചിന്റെ ആവാസ കേന്ദ്രമായി മാറും അമ്മായിയമ്മ. നീ എന്താ കൊണ്ടുവന്നത്? എൻ്റെ മോന് വേറെ ചില പെണ്ണ് കിട്ടുമായിരുന്നു. എൻ്റെ മോന് നല്ല ആലോചന വന്നതാ. നിന്നെക്കാട്ടി സൗന്ദര്യമുള്ളത്, നിന്നെക്കാട്ടി വിദ്യാഭ്യാസമുള്ളത്, നീ എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആ പിശാചിന്റെ ആവാസ കേന്ദ്രം ചില അമ്മായിയമ്മമാര്.
അത് കേട്ട് കഴിയുമ്പോൾ ചില മരുമകളും പിശാചിന്റെ ആവാസകേന്ദ്രമായി മാറും. അങ്ങനെ കുടുംബം തന്നെ തകരും. പ്രൈസലോ, ശരിയല്ലേ? 50ഉം 60ഉം പെണ്ണ് കണ്ടിട്ട്, ഇന്നാളൊരു സഹോദരൻ, ഞാൻ 100 പെണ്ണ് കണ്ടത്, 100 വീട്ടിൽ പോയി ചായ കുടിച്ചിട്ട് ബിസ്ക്കറ്റ് നിന്നിട്ട് ഇവന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഇവന്റെ അമ്മയ്ക്കും അപ്പനും ഇവന്റെ വീട്ടുകാർക്കും ഇവന് പെണ്ണ് ഇഷ്ടപ്പെട്ടില്ല. ഇനി നിന്റെ ജീവിതത്തിൽ നിനക്ക് പെണ്ണ് കിട്ടത്തില്ല. 100 പെണ്ണെ കണ്ട് നിനക്ക് പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി നീ എവിടെ പോയി കട്ടാനാ? ലേവിയ സഹോദരം, എന്നെ കേൾക്കുന്ന പുസ്തകം നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ട, നമ്മൾ അത്യാവശ്യം ഒരു പെണ്ണെ കണ്ടാൽ, ഞാനൊക്കെ കല്യാണം കഴിയും ഒറ്റ പെണ്ണെ കണ്ടു, ഒരു പെണ്ണെ കണ്ട അതിനെ മാത്രം കിട്ടി. 100 വീട്ടിൽ പോയി ചായ കുടിക്കാനും ബിസ്ക്കറ്റ് തിന്നാനും മിച്ചർ തിന്നാനും ഒന്നും എനിക്കിടയുണ്ടായിട്ടില്ല. സ്വോത്രം. അങ്ങനെയുള്ള പെന്തക്കോസുകാരോട് പറയട്ടെ, പെന്തക്കോസിലെ സഹോദരന്മാരോട് പറയട്ടെ, 100 വീട്ടിൽ കയറി ഇറങ്ങി ബിസ്ക്കറ്റും മിച്ചറും ചായ കുടിക്കാനല്ല ദൈവം നിന്നെ ഇവിടെ ആക്കിയത് കേട്ടോ. നിനക്ക് തക്കതായ തുണയെ കെട്ടിക്കഴിയുമ്പോൾ നീ കെട്ടിക്കണം. വീട്ടിലേക്ക് വരുന്ന മരുമോളെ മോളെ പോലെ അമ്മായിമ്മ ചേർത്ത് പിടിക്കണം കേട്ടോ. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മുടെ ഹൃദയം പിശാചിന്റെ ആവാസ കേന്ദ്രമായി മാറരുത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് നമ്മുടെ ഈ മർക്കോസിനെ വിഷയം 16:17 വായിച്ച, എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ ആത്മ കുടിച്ചാലും കാര്യം വരികയില്ല, ആരോഗ്യമേൽ കഴിച്ച സൗഖ്യം വരും അല്ല എന്നൊക്കെ ഒരു വാക്യം അവിടെ കിടപ്പുണ്ട്. അപ്പായി മർക്കോസ് 16:17 ഒക്കെ അങ്ങോട്ട് വായിക്കണം. അപ്പൊ നമ്മളെ ഭൂതങ്ങളെ പുറത്താക്കുവാൻ, എന്റെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ കടന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന് ദൈവം എന്താണ് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം തന്നത്. പിന്നെ അതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഭൂതം കയറിയത്? വിശ്വാസികൾ സഭയിൽ വന്ന് ഭൂതകളെങ്കിൽ തുള്ളുന്ന കാണുന്നത് നിന്റെ ഉള്ളിൽ എങ്ങനെ ഭൂതം വന്നത്? ഭൂതത്തെ ഇറക്കിയിട്ട് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നതല്ലേ? ആ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ നഷ്ടപ്പെട്ടു? നിന്റെ ഉള്ളിൽ പിന്നെ എങ്ങനെ ഭൂതം വന്ന് കയറിയത്? ഭൂതത്തെ പുറത്താക്കുന്നതൊക്കെ ദൈവം അധികാരം തന്നതല്ലേ? പിന്നെ എങ്ങനെ നീ ഭൂതം കയറി ഉരുളുന്നത്, ചാടുന്നത്, തുള്ളുന്നത്? നമ്മുടെ ഹൃദയത്തെ പിശാചിന്റെ ആവാസ കേന്ദ്രമാക്കി മാറ്റിയപ്പോൾ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു. നമ്മൾ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ ആദ്യ രാജാവായിരുന്ന ശൗല് പാപം ചെയ്തപ്പോൾ ശൗലിന്റെ മേൽ ഉണ്ടായിരുന്ന അഭിഷേകം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അവിടെ ഒരു ദുരാത്മാവ്, യഹോവയുടെ ആത്മാവ് അവനെ വിട്ടുമാറി. ഹല്ലേലൂയ. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചുവെന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 16:14 കാണുന്നുണ്ട്. ദുരാത്മാവ് ബാധിച്ച ശൗല് പിന്നെ എന്താ ചെയ്തത്? അഭിഷേകമുള്ള ദാവീദിനെ കൊല്ലാനുള്ള തത്രപ്പാടായിരുന്നു. പിശാചിന്റെ ആവാസ കേന്ദ്രമായി മാറി ഇസ്രായേലിന്റെ ആദ്യ രാജാവായ ശൗലിന്റെ ജീവിതം, ശൗലിന്റെ ഹൃദയം. അവസാനം ശൗൽ എന്ത് ചെയ്തു? തന്റെ വാളെ തന്നെ മരണപ്പെടേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ ഉള്ളിൽ അശുദ്ധാത്മാവ് വസിക്കരുത്. എല്ലാവരെയും നാം വായിച്ചു വന്നതിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇതിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയമില്ലാത്തത്. പിന്നെ സഭയിലേക്ക് എന്ന് പറയാൻ ഇവിടെ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നേരില്ലാത്ത സ്ഥലങ്ങൾ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. അപ്പോൾ അവൻ പറയാണ്, ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചില്ലും എന്നവൻ പറയുന്നു. അവൻ വന്നപ്പോൾ അത് അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടത കയറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പലത്തേതിലും ഹല്ലേലൂയ, മുമ്പലത്തേതിലും ഹല്ലേലൂയ, ആമേ സ്തോത്രം. സ്ഥിതി എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. ഓർത്തു നോക്കിയാട്ടെ. ഇത് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്റെ ഹൃദയം പിശാചിന്റെ ആവാസ കേന്ദ്രമാക്കരുത്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ദൈവം തന്നാൽ പിന്നെ നിന്റെ ഉള്ളിൽ അശുദ്ധാത്മാവ് വരരുത്. ഇന്ന് പകൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തു വീണ്ടെടുപ്പ് പ്രാപിച്ചത് നിന്റെ ഹൃദയം അശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കരുത്. അശുദ്ധാത്മാവിനെ നിറയപ്പെട്ട് പാപം ചെയ്യുന്ന സൗരങ്ങൾ പറയട്ടെ, നിന്റെ ഉള്ളിൽ അശുദ്ധാത്മാവിനെ മാറ്റിയിട്ട് നിന്റെ ഉള്ളിൽ ദിവ്യാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നീ സ്വീകരിക്കണം. ദുഷ്ട ഹൃദയത്തെ മാറ്റി ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിന്റെ ഹൃദയം കൊണ്ടുവരണം. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോക രാജ്യങ്ങൾ 100 കോടി ജനത്തിനായി സകല മനുഷ്യരുടെ അശുദ്ധാത്മാവ് കയറിക്കൂടി അശുദ്ധാത്മാവിന്റെ ആവാസ കേന്ദ്രമായി മനുഷ്യനെ ഉപയോഗിച്ച് മനുഷ്യനെ പാപത്തിൽ തള്ളിയിട്ട് കുടുംബത്തിനകത്ത് തൊട്ട് സകല മേഖല അക്രമങ്ങൾ, അരാജകത്വം, അതാപിതിയും അഴിച്ചുവിട്ട് മനുഷ്യന്റെ രക്തം ചൊരിയിക്കുന്ന ദുഷ്ടശക്തികൾ
ദ്വീപ കുടുംബങ്ങളെ തകർക്കും. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥം അടക്കം സകല ജീർണത പിടിച്ചതും മനുഷ്യന്റെ ജീവിതത്തെ തകർക്കാൻ തമ്മിലടിയും അധികാരത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിന്റെ എല്ലാ താഴ്മയിലും വീണ് കിടക്കുന്ന ആയിരക്കണക്കിന് കോടാനുകൂടി ജനത്തെ എന്തൊക്കെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ജനത്തിന്റെ ഹൃദയങ്ങൾ വ്യാപരിക്കുന്ന അശുദ്ധാത്മാവിനെ നീക്കണമേ. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർദ്ധക്യത്തിലും വൃദ്ധരസന യാചക ഓർഫണ ചോട്ട തടവറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്രത്തലവൻ സകല ജാതിമത വിശ്വാസികളെയും എല്ലാ ഭാഷക്കാരെയും എല്ലാ ഗോത്രഭാഗത്തെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. അശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരുന്ന സകല കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ജനസ്വതന്ത്രമായി മാറണം. യേശുവിന്റെ രക്തത്താൽ ജനത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനോട് ജനത്തെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.